മുട്ട കൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് ഈ ഒരു പലഹാരവും റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതിനായിട്ട് ആദ്യം തന്നെ 3 മുട്ട ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. മുട്ടയുടെ തോടൊക്കെ കളഞ്ഞ് ഓരോ മുട്ടയും 4 ഒന്ന് മുറിച്ചെടുത്ത് വെക്കാം. ഇതുപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ബാറ്റർ റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് 1/4 കപ്പ് കടലപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വറുത്ത നല്ല ഫൈനായിട്ടുള്ള അരിപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് എരിവിനായിട്ട് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു കളർ കിട്ടാൻ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/4 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചെറിയ ഉള്ളി കയ്യിലില്ലാന്നുണ്ടെങ്കിൽ സവാള ആയാലും മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെള്ളം കുറച്ചായി ചേർത്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കി എടുക്കാം. ഒരുപാട് ലൂസായി പോവരുത് ബാറ്റർ. നമ്മൾ സാധാരണ പഴംപൊരിക്കൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടിനേക്കാളും ഒരല്പം കട്ടിയിൽ വേണം കൂട്ടുണ്ടാക്കിയെടുക്കാൻ. സാധാരണ ബജ്ജിക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസി തന്നെ. വെള്ളം കുറച്ചായിട്ട് ചേർത്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏകദേശം 1/4 കപ്പോളം വെള്ളമാണ് ഇതിലേക്ക് ആവശ്യമായിട്ട് വരിക. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തോളൂ. നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഒരു 2 മിനിറ്റ് നേരം ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളുടെ കൂട്ട് വേണ്ടത്. ഈ ഒരു പാകത്തിനാട്ടോ വേണ്ടത്. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്. ഇനി ഇത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം വേണം ഇതിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ മുറിച്ച് വെച്ചിരിക്കുന്ന മുട്ടയിൽ നിന്ന് ഒന്നെടുത്ത് കൂട്ടിൽ നല്ലപോലെ തന്നെ ഡിപ്പ് ചെയ്ത് കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മുട്ട ഏതെങ്കിലും ഭാഗത്ത് തുറന്നു പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഈ ഒരു രീതിക്കാണ് ഈ ഒരു പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പോകുന്നത്. ഇത് നമ്മൾ സാധാരണ മുട്ട ബജിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസിൽ മാത്രമേ വേരിയേഷൻ ഉള്ളൂ. നല്ല രുചിയാട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ ഈ ഒരു രീതിക്ക്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ഭാഗം നന്നായിട്ട് മുരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചൊക്കെയിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് എല്ലാ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഒട്ടും തന്നെ എണ്ണ കുടിക്കുകയൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും ഒക്കെ തന്നെ റെഡിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട ഉപയോഗിച്ചിട്ടുള്ള ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു 4 മണി പലഹാരമാണ്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അവർക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും. ഇത് സോസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ചട്നി വെച്ചിട്ടോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.